നമസ്കാരം, എൻ്റെ പേര് രാഹുൽ. നമ്മളിന്ന് ഇവിടെ അൺബോക്സ് ചെയ്യാൻ പോകുന്ന റിയൽമിയുടെ ഏറ്റവും പുതിയ ഡിവൈസായ റിയൽമി എക്സ് ആണ്. അപ്പോൾ റിയൽമി പറഞ്ഞത് ഇത് റിയൽമിയുടെ ഫ്ലാഗ്ഷിപ്പ് ഡിവൈസ് ആണെന്നാണ്, അല്ലെങ്കിൽ തൽക്കാലത്തേക്ക്. അപ്പോൾ നമുക്ക് ബോക്സ് പാക്ക് കാണാം. ബോക്സ് പാക്കിൻ്റെ പുറകിൽ അതിന് സ്പെക്സ് ഒന്ന് നോക്കാം. അപ്പോൾ എനിക്ക് കിട്ടിയത് സ്പേസ് ബ്ലൂ ആണ്. പിന്നെ ഇത് 4GB 128GB വേരിയൻ്റ് ആണ്. മെയ്ഡ് ഇൻ ഇന്ത്യ ആണ്. എനിക്ക് വൈറ്റ് കളർ കിട്ടണമെന്നായിരുന്നു, പക്ഷേ വൈറ്റ് കളറാണ് ആദ്യം സോൾഡ് ഔട്ട് ആയതുകൊണ്ടാണ് ബ്ലൂ കളർ വാങ്ങിച്ചത്. പിന്നെ എൻ്റെ റിയർ ക്യാമറ 48 MB 5 MB ഡ്യുവൽ ക്യാമറയാണ്. ഫ്രണ്ട് ക്യാമറ 16 MB ആണ്. സ്ക്രീൻ സൈസ് 6.5 ഇഞ്ചാണ്. ബാറ്ററി 3765 mAh ആണ്. പ്രൈസ് ബോക്സിനകത്ത് തൊട്ട് 18 രൂപയാണ്. പക്ഷേ ഞാൻ പറയുകയാണെങ്കിൽ റിയൽമി എക്സിന് ഞാൻ പറഞ്ഞ പോലെ സ്പേസ് ബ്ലൂവും പോളാർ വൈറ്റ് എന്ന് പറഞ്ഞാൽ 2 കളേഴ്സാണുള്ളത്. 4GB 128GB വേരിയൻറ്റ് 17 രൂപയും 8GB 128GB വേരിയൻറ്റ് 20 രൂപയാണ്. 24-ാം തീയതിയാണ് ഫ്ലിപ്കാർട്ടിലൂടെയും റിയൽമിയുടെ സൈറ്റിലൂടെയും ഇതിൻ്റെ ഫസ്റ്റ് സെയിൽ നടക്കുന്നത്. ഞാൻ വാങ്ങിച്ച സ്പെഷ്യൽ സെയിലാണ് 18 ജൂലൈന്. പിന്നെ റിയൽമിക്ക് മാസ്റ്റേഴ്സ് എഡിഷൻ എന്ന് പറഞ്ഞ് ഓണിയനും ഗാർലിക് വേർഷനും ഉണ്ട്. അത് 8GB 128GB അവൈലബിൾ ആയിട്ടുള്ളത്. അതിന് 20 രൂപയാണ്. പിന്നെ റിയൽമി എക്സിന് സ്പൈഡർമാൻ സ്പെഷ്യൽ എഡിഷൻ വേർഷനും ഉണ്ട്. അത് 8GB 128GB വേരിയൻ്റാണ്. അതിന് 21 രൂപയാണ്. ഞാൻ ഈ വീഡിയോയുടെ അവസാനം ഒരു ഇവൻറ്റിൽ പോയപ്പോൾ എനിക്ക് ഓണിയൻ ആൻഡ് ഗാർലിക് ഹാൻഡ്സ് ഓൺ കിട്ടിയിരുന്നു. അതിൻ്റെ വീഡിയോസും ഞാനിതിൽ പ്രൊവൈഡ് ചെയ്യുന്നതാണ്. അപ്പോൾ എന്തായാലും നമുക്ക് ബോക്സ് ആദ്യം തുറന്നു നോക്കാം, ഇതിന് എന്തൊക്കെയാണ് ഉള്ളതെന്നുള്ളത്. അപ്പോൾ ബോക്സിനകത്ത് ആസ് യൂഷ്വൽ ആദ്യം തന്നെ നമുക്ക് കാണാൻ പറ്റുന്നത് ഒരു പേപ്പർ എൻവലപ്പാണ്. അതിനകത്ത് വെൽക്കം ടു റിയൽമി ഫാമിലി എന്നൊക്കെ കൊടുത്തിട്ടുണ്ട്. നമുക്കത് സൈഡിലേക്ക് മാറ്റി വെച്ച് ഫോൺ എടുത്ത് നമുക്ക് ആദ്യം പവർ ഓൺ ചെയ്തിട്ട് അതൊരു സൈഡിലേക്ക് മാറ്റി വെക്കാം. അപ്പോൾ നമുക്കിനി പേപ്പർ എൻവലപ്പിനകത്ത് എന്തൊക്കെയുണ്ടെന്ന് നോക്കാം. അപ്പോൾ നമുക്ക് ഈ റിയൽമിയുടെ യൂഷ്വൽ ബോക്സിനകത്ത് നിന്നുള്ള പോലെ റിയൽമി 3 പോലെ തന്നെ നമുക്ക് കുറച്ച് പേപ്പർ ഉണ്ട്, ക്വിക്ക് ഗൈഡ് അങ്ങനെയുള്ള സാധനങ്ങളും. പിന്നെ നമ്മുടെ സിം എജക്ടർ ടൂൾ ഉണ്ട്. അപ്പോൾ നേരത്തെ ഞാൻ റെഡ്മിയുടെ ബോക്സിൻ്റെ കാര്യത്തിൽ പറഞ്ഞ പോലെ എല്ലാ കമ്പനിക്കും സിം എജക്ടർ ടൂളിലൊക്കെ ഒരു വെറൈറ്റിയായി കൊണ്ടുവരാവുന്നതാണ്. എല്ലാവരും ഒരേ സിം എജക്ടർ ടൂൾസ് ഇടുന്നത് ഒരു സുഖമുള്ള ഏർപ്പാടല്ല, അതൊരു ചേഞ്ചൊക്കെ വരുത്താം. പിന്നെ ഇത് പ്ലാസ്റ്റിക് കവറാണ്. സർപ്രൈസിംഗിലി ഒരു ഹാർഡ് കേസാണ്. കൊള്ളാം, പക്ഷേ ബ്ലാക്ക് കളറാണ്. ഞാൻ പൊതുവേ എനിക്ക് അവരുടെ ട്രാൻസ്പെറൻറ്റ് കവർ ഇഷ്ടമാണ്. കാരണം റിയൽമിയുടെ ഫോൺസ് എല്ലാം പ്ലാസ്റ്റിക്കാണ് വിത്ത് ഒരു ഗ്രേഡിയം ഫിനിഷിൽ. അപ്പോൾ അതിൻ്റെ സ്ക്രാച്ചസ് വരുന്നുള്ളതാണ് അതിൻ്റെ ഏറ്റവും വലിയ പോരായ്മ. അപ്പോൾ നമുക്കൊരു സാധാരണ കവർ ഉണ്ടായാലും നമുക്ക് ആ ഡിസൈൻ പുറത്ത് കഴിഞ്ഞാൽ താഴത്ത് വീണ പൊട്ടിയൊന്നും ഇല്ലാത്തതുകൊണ്ട് അവരുടെ നേരത്തെ കവർ തന്നെയാണ് എനിക്ക് ഇതിനേക്കാൾ ഇഷ്ടം. ട്രാൻസ്പെറൻറ്റ് ആകുമ്പോൾ ഡിസൈൻ പുറത്ത് കാണുമല്ലോ, അതെനിക്കിഷ്ടമാണ്. കുഴപ്പമില്ല. കവർ കുറച്ചും കൂടി ഹാർഡ് കേസാണ്. ചിലവർക്ക് ഹാർഡ് കേസാണ് ഇഷ്ടം. അപ്പോൾ അവർക്ക് ചിലപ്പോൾ അത് ഗുണം ചെയ്യുമായിരിക്കും. നമുക്കിതൊന്ന് റിമൂവ് ചെയ്യാൻ നോക്കിയിട്ട് പറ്റുന്നില്ല. എനിക്കൊരു പോയിൻ്റ് കിട്ടിയാൽ നമുക്കത് ഊരിയെടുക്കാമായിരുന്നു. ഓക്കെ, അപ്പോൾ കിട്ടി. ഇത് ഈ റിയൽമി എക്സ് ആദ്യം ചൈനയിൽ ഇറങ്ങി വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ അവർ പുതിയതായിട്ട് ഇപ്പം ഇവിടെ ഇറക്കിയെന്നുള്ളൂ. അപ്പോൾ കുറേ പ്രൊട്ടക്ഷനൊക്കെ കൊടുത്തിട്ടുണ്ട്. എന്തായാലും ഇത് USB Type-C കേബിളാണ്. അത് റിയൽമിയുടെ ഫസ്റ്റ് ഡിവൈസാണ്. ഈ USB Type-C പോർട്ടും USB Type-C കേബിളുമായിട്ട് വരുന്ന ഫസ്റ്റ് ഡിവൈസാണ് റിയൽമി എക്സ്. അപ്പോൾ വളരെ നല്ല കാര്യം. ഇനിയുള്ള എല്ലാ ഫോണുകളും അവരങ്ങനെ ഇറക്കട്ടെ, അല്ലെങ്കിൽ അങ്ങനെ ഇറക്കും എന്ന് നമുക്ക് പ്രത്യാശിക്കാം. ഓക്കെ, നമുക്കതൊരു അത് കൂടി വെച്ചേക്കാം. പിന്നെ നമുക്ക് കിട്ടുന്നത് വൂക്ക് ചാർജറാണ്. ഓപ്പോയുടെ അല്ലെങ്കിൽ റിയൽമിയുടെ 3.0 വൂക്ക് 3.0 ആണ്. 20 വാട്ട് ഫാസ്റ്റ് ചാർജിങ് ആണ്. അവർ ക്ലെയിം ചെയ്യുന്നത് നമുക്ക് 78 മിനിറ്റ് കൊണ്ട് ഫോൺ ഫുൾ ചാർജ് ചെയ്യാനാണ്. നമുക്കതൊക്കെ നോക്കാം അങ്ങനെ ചാർജ് ചെയ്യാവുന്നത്. റിയൽമി 3 പ്രോൻ്റെ അപ്പോൾ ഇത് തന്നെയാണ് വന്നതെന്നാണ് എൻ്റെ ഓർമ്മ. അത് ഏകദേശം 80-85 മിനിറ്റ് കൊണ്ട് ഫുൾ ചാർജ് ആയി എന്നാണ് എൻ്റെ ഓർമ്മ. ഞാനതിൻ്റെ ഫുൾ റിവ്യൂ ചെയ്യായിരുന്നു. നിങ്ങൾക്ക് വേണമെങ്കിൽ അത് എൻ്റെ ചാനലിൽ തന്നെ കാണാവുന്നതാണ്. അപ്പോൾ ബോക്സിനകത്തുള്ള സാധനങ്ങളൊക്കെ മാറ്റി വെച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത്, ഞാൻ വിട്ടുപോയത്, ഇത് റിയൽമി 3 പ്രോനെ കുറിച്ചും ഒരുമിച്ച് പറഞ്ഞതെന്ന് വെച്ചാൽ ഇത് റിയൽമി 3 പ്രോൻ്റെ സെയിം പ്രോസറായ ഒക്ടാകോർ സ്നാപ്ഡ്രാഗൺ 710 വെച്ചാണ് വന്നതെന്നുള്ളതാണ്. ഓക്കെ, നമുക്കത് കാര്യം ചെയ്യാം. ഡിവൈസിൻ്റെ പ്ലാസ്റ്റിക്സ് ആദ്യം റിമൂവ് ചെയ്യാം. നമുക്കതിൻ്റെ ഡിവൈസിൻ്റെ ഒരു ഓവർവ്യൂ ചെയ്യാം. ഇനിയും പ്ലാസ്റ്റിക്സ് ഉണ്ട്, അതും കൂടി റിമൂവ് ചെയ്യാം. അപ്പോൾ ഇതൊരു ഗ്രേഡിയൻറ്റ് ബ്ലൂ കളറാണ്. സംഭവം കൊള്ളാം, കാണാൻ കുഴപ്പമില്ല. പക്ഷേ ഞാൻ പറഞ്ഞില്ല, ഞാൻ ഒരുപാട് ബ്ലൂ കളർ ഫോൺസ് ഇതോടെ അൺബോക്സ് ചെയ്യുന്നു. അപ്പോൾ എനിക്കൊരു ഭയങ്കര വെറൈറ്റി ആയിട്ടൊന്നും തോന്നിയില്ല. ഒരു എസ്കർവൊക്കെ ഫോം ചെയ്യും സൈഡിലൂടെ ലൈറ്റ് വിട്ടാന്നാണ് അവർ പറയുന്നത്. ഗ്രേഡിയൻറ്റ് കളറാണ്, കൊള്ളാം, വലിയ മോശമൊന്നുമില്ല. ബാക്കിൽ നമുക്ക് ഡ്യുവൽ ക്യാമറ കാണാം. 48 MB മെയിൻ ക്യാമറയും 5 MB ഡെപ്ത് സെൻസറും പിന്നെ ഫ്ലാഷും പിന്നെ റിയൽമി ബ്രാൻഡിങ്ങും
പിന്നെ മേലെ നമുക്ക് പോപ്പ് ക്യാമറ കാണാം. അവർ പറയുന്നത് 2 ലക്ഷം പ്രാവശ്യം വരെ നമുക്ക് ഈ മെക്കാനിസം ഈസി ആയിട്ട് വർക്ക് ചെയ്യുന്നതാണ്, കുഴപ്പമൊന്നുമില്ലാണ്ട്. പിന്നെ മൈക്രോഫോൺ ഉണ്ട്, പ്രൈമറി മൈക്രോഫോൺ, നമുക്കത് കാണാൻ പറ്റുന്നതായിരിക്കും സൂം ചെയ്തപ്പോൾ. പിന്നെ താഴത്ത് സ്പീക്കർ ഗ്രില്ല്, USB Type-C പോർട്ട്, സെക്കൻഡറി മൈക്രോഫോൺ, പിന്നെ ഹെഡ്ഫോൺ ജാക്ക് ഉണ്ട്. പിന്നെ ഈ ഒരു സൈഡിൽ നമുക്ക് ലെഫ്റ്റ്, അതായത് വോളിയം റോക്കർ കീസ് ഉണ്ട്, സ്പ്ലിറ്റ് ആയിട്ടാണ് വോളിയം റോക്കർ കീസ്. പിന്നെ ഇപ്പോൾ സൈഡിൽ സ്പെഷ്യൽ കളറായിട്ട് പവർ ബട്ടൺ കൊടുത്തിട്ടുണ്ട്. പിന്നെ അതിൻ്റെ ഒപ്പം നമുക്ക് സിം കാർഡ് സ്ലോട്ട് ഉണ്ട്, ഡ്യുവൽ സിം ആണ്, പക്ഷേ മൈക്രോ SD കാർഡ് സപ്പോർട്ടില്ല, ഹൈബ്രിഡ് സ്ലോട്ടും അല്ല, അതുകൊണ്ട് ഒരു സപ്പോർട്ടും ഇല്ല. അപ്പോൾ നമുക്ക് എന്തായാലും ഇൻ ഡിസ്പ്ലേ ഫിംഗർ പ്രിൻറ്റ് സ്കാനർ ടെസ്റ്റ് ചെയ്യാം. ഓക്കെ, പെട്ടെന്ന് കയറി. അപ്പോൾ നമുക്ക് ഡിസ്പ്ലേ എന്ന് പറയുന്നത് 6.53 ഇഞ്ച് ഫുൾ HD സൂപ്പർ അമോലെഡ് അല്ലെങ്കിൽ അമോലെഡ് ഡിസ്പ്ലേ ആണ്. കോണിംഗ് ഗൊറില്ല ഗ്ലാസ് 5 പ്രൊട്ടക്ഷൻ ഉണ്ട്. ഡിസ്പ്ലേക്ക് വളരെ ചെറിയ പീസസ് ഉള്ളൂ. ഡിസ്പ്ലേ കാണാൻ നല്ല രസമുണ്ട്. യൂഷ്വലി ഒരു അമോലെഡ് ഡിസ്പ്ലേ ആകുമ്പോൾ നമുക്ക് സെറ്റിങ്സിലൊന്ന് കയറി നോക്കാം. അപ്പോൾ സെറ്റിങ്സിൽ എബൌട്ട് ഫോൺ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണാം ഇത് റിയൽമി എക്സ് ആണ്, കളർ OS വേർഷൻ 6 ആണ്, ആൻഡ്രോയിഡ് വേർഷൻ 9 ആണ്, ക്വാൾകോം സ്നാപ്ഡ്രാഗൺ S710 ഒക്ടാ കോർ ചിപ്സെറ്റ് ആണ്, 4 GB റാം ഉണ്ട്, 105 GB അവൈലബിൾ ആണ് 128 GB. പിന്നെ സെക്യൂരിറ്റി പാച്ച് ജൂണിലെ സെക്യൂരിറ്റി പാച്ചാണ്. അപ്പോൾ നമുക്കിനി ക്യാമറയിലേക്ക് കയറാം. ക്യാമറ നേരത്തെ പറഞ്ഞ ഡ്യുവൽ ക്യാമറ ആണ്, 48 മെഗാ പിക്സൽ സെൻസറാണ്, സോണിയുടെ IMX586, പിന്നെ 5 ഡെപ്ത് സെൻസറുണ്ട്. യൂഷ്വൽ കളർ വേഴ്സിൻ്റെ ക്യാമറ ആപ്പാണ്, ക്രോമ ബൂസ്റ്റും മറ്റും ഉണ്ട്. നമുക്ക് വാട്ടർമാർക്ക് ആഡ് ചെയ്യാം, സീൻ റെക്കഗ്നിഷൻ ഉണ്ട്. യൂഷ്വൽ ക്യാമറ ആപ്പ്, പ്രത്യേകിച്ച് പറയാൻ മാത്രമൊന്നുമില്ല. പിന്നെ വീഡിയോ, ഫോട്ടോ, പോർട്രേറ്റ് മോഡ്, പിന്നെ നമ്മളല്ലാത്ത സെറ്റിങ്സ്, നൈറ്റ് സ്കേപ്പ്, പനോരമ, എക്സ്പേർട്ട് മോഡ്, ടൈം ലാപ്സ്, സ്ലോ മോഷൻ, അങ്ങനെ പലതും ഉണ്ട്. പിന്നെ ഓക്കെ, ഫാസ്റ്റായിട്ട് ഫോട്ടോ ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്കിനി ഫ്രണ്ട് ക്യാമറയിലേക്ക് കയറാം. അല്ലാണ്ട സോറി, നമുക്ക് വീഡിയോയിൽ 4K റെക്കോർഡിംഗ് വരെ റെക്കോർഡ് ചെയ്യും. അതിന് EA സപ്പോർട്ട് ഇല്ല. 4K 1080 ആണെങ്കിൽ EA സപ്പോർട്ടുള്ളൂ. നമുക്ക് പോപ്പപ്പ് ക്യാമറ ഒന്ന് പോപ്പപ്പ് ചെയ്ത് നോക്കാം. ഓക്കെ, ഇതിന് ഫാൻസി ലൈറ്റ് ഒന്നുമില്ല റെഡ്മിയുടെ, പക്ഷെ എന്നാലും പോപ്പപ്പ് ക്യാമറയാണ്, അത്രേ ഉള്ളൂ. അപ്പോൾ പിന്നെ ഞാൻ നേരത്തെ റിയൽമി 3 Pro യൂസ് ചെയ്തപ്പോൾ എനിക്ക് എൻ്റെ ഫ്രണ്ട് ക്യാമറ ഭയങ്കര ഇഷ്ടമായിരുന്നു. വളരെ നല്ല ഫ്രണ്ട് ക്യാമറ ആയിരുന്നു അതിൻ്റെ. അത് തന്നെ നമുക്ക് അതുപോലെ തന്നെ അല്ലെങ്കിൽ അതിലും നല്ല കൂടുതൽ നല്ല പെർഫോമൻസ് ഇതൊന്ന് എക്സ്പെക്ട് ചെയ്യാമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ വീഡിയോ 1080p റെക്കോർഡ് ചെയ്യുക ഫ്രണ്ട് ക്യാമറ, പിന്നെ യൂഷ്വൽ പോർട്രേറ്റ് മോഡ്, അങ്ങനെ കുറച്ച് ഫീച്ചേഴ്സൊക്കെ ഉണ്ട്. ഞാനൊരു കാര്യം ചെയ്യാം, ഞാൻ എന്തായാലും കുറച്ച് ക്യാമറ സാമ്പിൾസും മറ്റുമൊക്കെ ഷെയർ ചെയ്യാം. അതിൻ്റെ ഒപ്പം തന്നെ ഓക്കെ സോറി, ഞാൻ കവറൊന്ന് ഇട്ട് നോക്കട്ടെ. എന്തായാലും ഈ കവർ നോക്കട്ടെ. കവർ ഭയങ്കര സ്നഗ് ഫിറ്റ് ആയിരിക്കും തോന്നുന്നു. വളരെ പാടാണ് കവർ ശരിക്കും ഇതിനകത്ത് കയറ്റാൻ. ഞാൻ കുറച്ചധികം കഷ്ടപ്പെടുന്നുണ്ട്. ഓക്കെ, ഞാൻ ശ്രമിച്ചിട്ട് കയറുന്നില്ല ആക്ച്വലി. അപ്പോൾ എനിക്ക് തോന്നുന്നത് ഭയങ്കര സ്നഗ് ഫിറ്റ് ആയിരിക്കും. ഇട്ട് കഴിഞ്ഞാൽ പിന്നെ പുറത്തോട്ട് എടുക്കാതിരിക്കുകയാണ് നല്ലത് എന്നാണ് എനിക്ക് തോന്നുന്നത്. അമ്മാതിരി ടൈറ്റാണത്. നമ്മുടെ റെഡ്മി K20 Proൻ്റെ കേസ് ഞാൻ ഇന്നലെ പറഞ്ഞില്ല, അത് നല്ല കേസായിരുന്നു. അത് നല്ല കേസായിരുന്നു. അത് ഭയങ്കര കുറച്ചും കൂടി സ്ലിം ആയിട്ടുള്ള കേസായിരുന്നു. ഇത്തിരി കൂടി തടിയുണ്ട്. ഓക്കെ, അതിനും പ്ലാസ്റ്റിക് ഉണ്ട്, പോരുന്നുമില്ല. ഓക്കെ, അത് കുളമാക്കി. ഞാൻ എന്തായാലും ഇത് പറിച്ച് കളയുന്നുണ്ട് താഴത്തുള്ളത്. എന്തായാലും നല്ല സ്നഗ് ഫിറ്റാണ്, പ്ലാസ്റ്റിക് ആണ്, നല്ല സ്നഗ്ഗായിട്ട് ഇരിക്കുന്നുണ്ട്. പക്ഷേ ഫോണിൻ്റെ തടി ചെറുതായിട്ട് കൂടി. ഓക്കെ, അപ്പോൾ അൺബോക്സിങ് ഇത്രേ ഉള്ളൂ. ഞാൻ എന്തായാലും ക്യാമറ സാമ്പിൾസും വീഡിയോ സാമ്പിൾസൊക്കെ ഷെയർ ചെയ്യാം. അതിൻ്റെ ഒപ്പം ഞാൻ പറഞ്ഞല്ലോ എനിക്ക് മാസ്റ്റേഴ്സ് എഡിഷനായ ഓണിയനും ഗാർലിക് വേർഷൻ്റെ ഹാൻഡ്സ് ഓൺ കിട്ടിയായിരുന്നു. അപ്പം ഞാൻ അതിൻ്റെ ചെറിയൊരു സ്മോൾ വീഡിയോ ഞാൻ ഇതിൻ്റെ എൻഡിൽ ചേർക്കാം നിങ്ങൾക്ക് കാണാൻ വേണ്ടി. നമുക്കെന്തായാലും ഇതിൻ്റെ ഫുൾ റിവ്യൂ ഞാൻ ചെയ്യുന്നുണ്ട്, ഡീറ്റെയിൽ റിവ്യൂ ചെയ്യുന്നുണ്ട്. നമുക്കെന്തായാലും ഇത്ര നല്ല വീഡിയോ കണ്ട നന്ദി. നമുക്കിനി അടുത്ത വീഡിയോയിൽ കാണാം.
This is the rear camera sample of Realme X. It is the 4K sample which does not have any electronic stabilization. This is the rear camera sample of Realme X at 1080p, which actually has EIS. This is the front facing camera sample of Realme X, which can shoot up to 1080p.